ഹായ് ഗൈസ്, സുനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് ഗൈസ്. ട്രെയിനിലാണ് പോകുന്നത്. അപ്പം വെക്കേഷൻ സമയമായതുകൊണ്ട് മോനെ കൊണ്ടൊന്ന് കന്യാകുമാരി വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. 1 ഡേ ട്രിപ്പാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഈ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൈസ്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തി ഗൈസ്. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അവിടെ എല്ലാം പൊളിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് നമുക്കറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ അടുത്തുള്ളവരടുത്ത് ചോദിച്ചാണ് നമ്മൾ പിന്നെ പോയി ചെന്ന് ടിക്കറ്റ് എടുത്തത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നപ്പോൾ സമയത്ത് തന്നെ ഒത്തിരി തിരക്കായിരുന്നു ഗൈസ്. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഈ അവധി സമയം ആയതുകൊണ്ട് ഇത്രയും തിരക്കാവുമെന്ന് ഒട്ടും കരുതിയില്ല. പെട്ടെന്നൊരു പ്ലാനായിരുന്നു പോയിട്ട് വരാമെന്ന്. അങ്ങനെ പോയതാണ് ഗൈസ്. പിന്നെ കൊച്ചിനിരിക്കാൻ സീറ്റൊക്കെ കിട്ടിയത് കൊണ്ട് ഇരുന്നു. പിന്നെ 2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിരിക്കാൻ സീറ്റ് കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ പോയി ഒരു 11:55 ആയപ്പോഴത്തേക്കും കന്യാകുമാരി നമ്മൾ എത്തി ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ കന്യാകുമാരിയിലെത്തിയിരിക്കുക. ഫ്രണ്ട്സ് വാ. മൊബൈൽ നമ്പർ 79. അങ്ങനെ ഗൈസ്, നമ്മൾ സ്റ്റേഷനിലെത്തിയതിന് ശേഷം നമ്മളൊരു ഓട്ടോയും പിടിച്ച് നമ്മൾ ബീച്ചിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ കൂടെ വേറൊരു ഫാമിലി ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും നമ്മളും കൂടെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ബീച്ചിലോട്ട് പോയത് ഗൈസ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരേ ഉണ്ടായിരുന്നുള്ളൂ ബീച്ചിലോട്ട് പോകാൻ. വെയിലായത് കൊണ്ട് ഗൈസ് ഓട്ടോ പിടിച്ച് പോകുന്നത് കരുതി അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോയി. நீங்கள் வந்துட போகிறீங்க. കടലിലോട്ടല്ലേ പോകണം നമ്മൾ. എന്തിനെന്ന് അത് നമുക്ക് കൊള്ളാം മക്കളെ. ഇഷ്ടപ്പെട്ടാ?
നല്ല ടേസ്റ്റ്. കടല് വേണ്ട. ഗൈസ് ബീച്ചിലെത്തിയതിന് ശേഷം നമ്മൾ കടലിൽ ഒരുപാട് നേരം നമ്മൾ കളിച്ചു. അപ്പം ഏട്ടൻ വന്നില്ല. ഏട്ടൻ കുടയും പിടിച്ച് അങ്ങോട്ട് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഞാനും മോൻകുട്ടിയും കൂടെ കടലിൽ കളിച്ചതിന് ശേഷം നമ്മൾ തൊട്ടടുത്തൊരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. നല്ല തണല് നോക്കി നമ്മൾ ചോറൊക്കെ കഴിച്ചു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചോറൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ തൊട്ടടുത്ത് കുറേ കടകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഓട്ടോയും പിടിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഗൈസ് 4 മണിക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് 5:25 ട്രെയിനിൽ പോകാനാണ് വിവേക് എക്സ്പ്രസ്സിൽ. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഗൈസ് നമ്മൾ രാവിലെ ട്രിവാൻഡ്രത്ത് വന്ന ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ച തിരക്കുണ്ടായിരുന്നു. അതിൻ്റെ 7 ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. 2 ഇരട്ടി എന്നല്ല 7 ഇരട്ടി എന്ന് പറയാം. അത്ര തിരക്കായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് ക്യൂവിൻ്റെ മേളമായിരുന്നു, അത്ര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ സൈഡിൽ കൂടെ ടിക്കറ്റ് എടുക്കാൻ നോക്കി. ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു 5:25 7:30 അങ്ങനെ 7:30 പറഞ്ഞപ്പോൾ ആകെപ്പാട് നമ്മൾ ഡൗൺ ആയി പോയി ഗൈസ്. കാരണം 5:25 ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ 7 ആകുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. ഒരു ഫുഡ് പോലും കഴിക്കാതെ ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ അത്രയും നേരം ഒരു ചായ പോലും കുടിക്കാതെ നമ്മൾ ടയേർഡായിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നത്. കാരണം അത്ര വെയിലുണ്ടായിരുന്നു അവിടെ. പിന്നെ അധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം വെയിലിനനുസരിച്ച് നല്ല കാറ്റുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ പോയപ്പോഴത്തേക്ക് 2ാമത്തെ തവണയാണ്. ആദ്യ തവണ പോയപ്പോഴാണ് അവർ പറഞ്ഞത് 7:30 ട്രെയിനെന്ന്. അപ്പോൾ ആ സമയത്ത് വന്ന് എടുക്കാൻ പറഞ്ഞു. 2ാമത് ഞാൻ വീണ്ടും പോയപ്പോൾ അവർ പറഞ്ഞത് ടിക്കറ്റ് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്നിരുന്നു. വീണ്ടും നമ്മൾ പോയിട്ട് പറഞ്ഞു പ്ലാറ്റ്ഫോമിൽ ഇരിക്കണമെങ്കിൽ എന്തായാലും പ്ലാറ്റ്ഫോം ടിക്കറ്റെങ്കിലും എടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ വഴിക്കുറയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും പോയപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പിന്നെ 3ാമത്തെ തവണ നമ്മൾ പോയി 6 മണിക്കെന്ന് അവർ പറഞ്ഞെങ്കിൽ 5:30 ആയപ്പോൾ പോയപ്പം അവർ എടുത്ത വഴിക്കിൽ പറയുകയാണ് 6 മണിയൊക്കെ ആയിട്ടൊക്കെ വന്നാൽ ഒരു 7:30 ട്രെയിനെന്ന്. അപ്പോൾ നമ്മൾ പോയ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാണ് അവർ വിടുന്നത്. അപ്പോൾ രണ്ടും കൽപ്പിച്ച് നമ്മൾ പറഞ്ഞ് എത്ര തവണ നമ്മളിങ്ങനെ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ ക്യൂവിൽ നിന്നേ പറ്റും. അപ്പോൾ തുടക്കത്തിൽ അവർക്കത് പറയായിരുന്നു ക്യൂവിൽ നിന്നെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമെന്ന്. ഇതവർ പറഞ്ഞില്ല. എങ്ങനത്തോളം ആൾക്കാരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ ഗൈസ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റേഷൻ്റെ അകത്തുനിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് വന്നപ്പോൾ ഗൈസ് ഒന്നും പറയണ്ട, ആൾക്കാരൊക്കെ നിരന്നങ്ങ് ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം എവിടെ നിൽക്കണമെന്ന് പോലും കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കാൻ കരുതി നമ്മൾ ഫ്രണ്ടിൽ പോയപ്പോഴത്തേക്കും അവിടെയും ആൾക്കാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടുതലുള്ളവരെല്ലാവരും ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ തന്നെ ചാടിക്കയറി ഗൈസ്. പിന്നെ നമുക്ക് ചാടിക്കയറിയ ടൈമിലൊക്കെ നമുക്ക് നല്ല ഇടിയൊക്കെ കിട്ടി. കാരണം ഇവന്മാർ അതൊന്നും നോക്കിയില്ല, കാരണം ഓടി ഒന്ന് ചാടി കയറുന്നതില്ലേ. അപ്പോൾ അതുകൊണ്ട് അവന്മാർ ആരെ തട്ടി അങ്ങനെയൊന്നും അവന്മാർ നോക്കിയൊന്നുമില്ല, കാരണം ഇടിയൊക്കെ കിട്ടിയത് നമുക്കല്ലേ. അപ്പം അങ്ങനെ രണ്ടും കളിപ്പിച്ച് ചാട്ടിന് നല്ല ഭാഷയുണ്ടായിരുന്നു. അങ്ങനെ സീറ്റ് കിട്ടുമെന്ന് കരുതിയില്ല, ഒന്ന് നിൽക്കാനെങ്കിലും ഒന്ന് സ്ഥലം ഉണ്ടായിരുന്നാൽ മതി എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്തു, നമ്മളും അതുപോലെ ചെറുതായിട്ടൊന്ന് വണ്ടി സ്ലോ ആയി വന്നപ്പോൾ നമ്മളും ചാടി കയറി ഗൈസ്. അങ്ങനെ കയറി ഭാഗ്യത്തിൽ നമുക്ക് സീറ്റൊക്കെ കിട്ടി. നമ്മൾ ഇരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കുകയും ചെയ്ത് നമ്മൾ 9:45 തിരുവനന്തപുരത്ത് എത്തി. പിന്നെ നമ്മൾ ട്രെയിനിനകത്ത് നമ്മൾ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ല ഗൈസ്. ട്രെയിനിനകത്ത് ഇരുന്ന സമയത്ത് പിന്നെ വഴക്കൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ വഴക്കുണ്ടാക്കിയില്ല, ഈ ഹിന്ദിക്കാർ തമ്മിൽ തന്നെ പരസ്പരം സീറ്റിന് വേണ്ടി വഴക്കുണ്ടാക്കി. പിന്നെ പേടിച്ച് പോയി, കാരണം നമ്മൾ 3 മലയാളികളുള്ളൂ, ഞാൻ ഏട്ടനും കുഞ്ഞും. ബാക്കി എല്ലാവരും ഹിന്ദിക്കാരന്മാരായിരുന്നു, ആ സമയത്ത് പോകുന്നവരായിരുന്നു. പിന്നെ അതിൽ കുറച്ച് മലയാളം അറിയാവുന്ന 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവരൊക്കെ വന്ന് ജോലിയൊക്കെ ചെയ്ത് മലയാളമൊക്കെ പഠിച്ച് കുറച്ച് ഹിന്ദിക്കാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പറയാൻ, ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു ഗൈസ്. ഇത്രയും കേവലം കെട്ട ഒരു ട്രെയിനിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് ഗൈസ്. വിവേക് എക്സ്പ്രസ്സിൽ പോയ ഒരുപാട് വ്ളോഗ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് വ്ളോഗൊക്കെ ഇട്ട വീഡിയോസൊക്കെ. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം അവർ അനുഭവിച്ച കാര്യങ്ങളാണ് അവരുടെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഞാൻ കണ്ടിട്ടും കാരണം എനിക്കത് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല. പക്ഷേ സത്യം പറയാം ഗൈസ്, ആരും ഈ എക്സ്പ്രസ്സിൽ പോകരുത്. കാരണം ഇത്രയും കേവലം കെട്ട ഒരു വണ്ടിയാണ് വിവേക് എക്സ്പ്രസ്. അങ്ങനെ നമ്മൾ ഒരു 9:45 ട്രിവാൻഡ്രത്ത് എത്തിയ സമയത്ത് ഗൈസ് വണ്ടി സ്ലോ ആയി വന്നതേ ഉള്ളൂ. അതിന് മുന്നേ എങ്ങനെയെങ്കിലും സീറ്റ് കിട്ടണം, കയറണം എന്നൊരു ഇതുകൊണ്ടായിട്ട് ഇവന്മാർ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഇവന്മാർ ചാടി കയറുകയും ചെയ്തത് ഗൈസ്. നമ്മൾ കാര്യം പറഞ്ഞു, നമ്മൾ ആദ്യം ഇറങ്ങട്ടെ, നിങ്ങൾ വണ്ടി സ്റ്റോപ്പ് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിയാൽ പോരെ. ഇവർ അതൊന്നും കേൾക്കണില്ല. ഇവർ വണ്ടി മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവർ നമ്മൾ കൂടെ ഓടി കയറാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഈ കോൺവെർസേഷനൊക്കെ വരുന്നത്. അങ്ങനെ പിന്നെ ചേട്ടൻ ദേഷ്യം വന്ന് പിന്നെ കുഞ്ഞിനെ ഒരു കയ്യിൽ ചേട്ടൻ പിടിച്ചിരിക്കുന്നു, ഒരു കയ്യിൽ വാതിൻ്റെ അവിടെയും പിടിയിൽ പിടിച്ചിരിക്കുകയാണ്. പിന്നെ ചേട്ടൻ താങ്ങാൻ പറ്റില്ല. പിന്നെ ചേട്ടൻ അങ്ങ് വെളിയിലോട്ട് ചാടി കൊടുത്ത് ഞാനും കുടിച്ചാൽ. ഭാഗ്യത്തിന് ഗൈസ് നമുക്കൊന്നും സംഭവിച്ചില്ല. കാരണം 2 തവണ കയറിയ സമയത്തും ഇറങ്ങിയ ടൈമിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളൂ. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ. പക്ഷേ എനിക്ക് ആദ്യമായിട്ടാണ് ഗൈസ്. ഒരു വല്ലാത്തൊരു യാത്രയായിരുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.